100 രൂപയ്ക്ക് കൊച്ചിയിൽ എന്തൊക്കെ കഴിക്കാൻ പറ്റും? തിരിച്ച് വർക്കിന് ഇറങ്ങി നല്ല വിശപ്പുണ്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ആക്ച്വലി ഒരു ചാലഞ്ച് ചെയ്യാമെന്നൊരു മൈൻഡ് സെറ്റ് നിൽക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചാലഞ്ച്? നമ്മൾ സാധാരണ പുറത്ത് പോകുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ കയറ്റാണ് കുറ്റമാണ്. എക്സ്പെൻസീവ് സാധനങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളല്ലോ, അല്ലെങ്കിൽ എക്സ്പെൻസീവ് സ്ഥലത്ത് മാത്രമേ പോകുന്നുള്ളല്ലോ. ശരിയാണ്, അത് കണ്ടൻറ്റിന് കഴിച്ച് തന്നെയാണ്. ബട്ട് സ്റ്റിൽ അഫോർഡബിളായ സ്ഥലങ്ങൾ കൂടെ ചെയ്യണ്ടേ? അപ്പോൾ ഇന്ന് നല്ലൊരു ചാലഞ്ച് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പലരും ചെയ്തിട്ടുള്ളതാണ്, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ട്രൈ വിത്ത് എ ട്വിസ്റ്റ്. സോ 100 രൂപയ്ക്ക് കൊച്ചിയിൽ എന്തൊക്കെ കഴിക്കാൻ പറ്റും? ഇന്നൊരു ഡേ ഫുൾ 100 സർവൈവ് ചെയ്യുക. അതാണ് ഇന്നത്തെ പ്ലാൻ, ഇൻക്ലൂഡിങ് വെള്ളം, ഫുഡ് എല്ലാം. 100 പെട്രോൾ കൂട്ടണല്ല, പെട്രോൾ വേണം, ബട്ട് 100 രൂപയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണ് ഇന്നത്തെ ചാലഞ്ച്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, സോ 100 രൂപ ചാലഞ്ചിൽ ആക്ച്വലി 2 റൂൾസ് ഉള്ളൂ. ഒന്ന്, ആസ് ദ നെയിം സജസ്റ്റ്, 100 രൂപയ്ക്ക് ചായ, വെള്ളം, ഫുഡ്, കടികൾ എല്ലാം അതിലൊതുക്കണം. രണ്ടാമത്തെ റൂൾ, ഈ റൂളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ ബാക്കിയുള്ള കണ്ടൻറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ കമൻറ്റ് ഇതാണ്: നിങ്ങൾക്കെല്ലാം മറ്റേ സമൃദ്ധി കൊച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയെ തീർത്താൽ പോരെയെന്ന്. അപ്പോൾ ആ റൂള് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് മാറ്റാം. നമ്മൾ കഴിക്കാൻ പോണ ഫുഡെല്ലാം പല പല സ്ഥലത്തു നിന്നായിരിക്കണം, ഒരേ സ്ഥലം റിപ്പീറ്റ് ആവാൻ പാടില്ല. അതാണ് സെക്കൻഡ് റൂൾ. ഓക്കെ, ഇനി കഴിക്കാൻ പോണ സാധനങ്ങൾ എൻ്റെ ഇഷ്ടപ്രകാരമുള്ള സാധനങ്ങളായിരിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ലൈക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കടികൾ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പ്രോട്ടീൻ ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് നോക്കാം എന്നുള്ളൊരു. അപ്പോൾ അതാണ് എൻ്റെ ഇഷ്ടങ്ങൾ. എൻ്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വയ്ക്കാതെ എന്നാൽ 100 രൂപയ്ക്ക് ഫുൾ സെറ്റായിട്ട് ഫുഡ് കഴിക്കാം, അതാണ് ഉദ്ദേശം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് സ്പോട്ട് വിച്ച് ഈസ് ആക്ച്വലി റിയലി ക്ലോസ് ബൈ ടു മീ. അപ്പോൾ അങ്ങോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ലൊക്കേഷൻ ആക്ച്വലി വരുന്നത് കമ്പനിപ്പടിയിലാണ്. ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് കമ്പനിപ്പടിയിലാണ്. കമ്പനിപ്പടിയിൽ ഒരു ചെറിയൊരു കടയുണ്ട് ഇവിടെ മൂലക്കായിട്ട്, ഒരു പേര് പോലും ഇല്ലാത്തൊരു കട, കുഞ്ഞിക്കായൻ്റെ കട. അതെ, മുട്ട വേണ്ട, ചാറ് മതി. ആ, സെറ്റ് പൊറോട്ട, സെറ്റ് വട, ചൂട് ഗ്രേവി. അടിപൊളി. കുറച്ചെടുത്തോ? ചാറ് വേണമെങ്കിൽ ചോദിക്കണം, ചാറ് വെച്ചാലും ചാറ് വെച്ചാലും ചാറ് വേണമെങ്കിൽ ചോദിക്കണം. താങ്ക് യു. ചാറ് വേണ്ടവർ പറയണം, ഈ ചാറ് വേണേ. എത്രയായി? അയ്യോ, ഒരു വട, ഒരു പൊറോട്ട. 20 എത്ര? എൻ്റെ പേരെന്തായിരുന്നു? ഇക്കയുടെ പേര് കുഞ്ഞിക്ക അല്ലേ? ഓക്കെ, നല്ല ഫുഡ് ആയിരുന്നട്ടാ. ഓക്കെ, അപ്പോൾ കുഞ്ഞിക്കായൻ്റെ കടയിൽ നമ്മളിപ്പോൾ വന്നത് പില്ലർ നമ്പർ 110 നേരെ ഓപ്പോസിറ്റാണ് ഈ കട. ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ വെറും 10 രൂപയാണ് അവിടുത്തെ ഫുഡിന്. 10 രൂപയ്ക്ക് പൊറോട്ട, 10 രൂപയ്ക്ക് വട, ആൻഡ് ഇഷ്ടമുള്ള അത്രയും ചാറും തരും. അയ്യോ, നമുക്ക് എന്തൊരു സ്നേഹമെന്ന് പറയും പുള്ളിക്ക്. പുള്ളി ചുമ്മാ ഇങ്ങനെ ചാറ് വേണോ, ചാറ് വേണം, ചാറ് വേണം, അത് വേണം, ഇത് വേണം, എല്ലാം ഇങ്ങനെ ഇട്ട് വന്നുകൊണ്ടിരിക്കുക. ഭയങ്കര സ്നേഹം, ഭയങ്കര കെയർ. അയ്യോ, പഞ്ചപാവമാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഇവിടെയാണ് 20 രൂപയും ബാക്കിന് 80 രൂപയുണ്ട്. ഓക്കെ, ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും തിരിച്ച് വർക്കിന് ഇറങ്ങി വന്നു. വർക്ക് ഫ്രം ഹോം. ഈ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാം. അപ്പോൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാം. ഇതപ്പോൾ തീരുന്നെങ്കിൽ അറിഞ്ഞുകൂടാ. ലഞ്ച് ഞാനിപ്പോൾ
അവിടെ നിന്ന് മറ്റേ കമ്പനിപ്പടിയിൽ നിന്ന് കഴിച്ച് വന്നിട്ടുള്ളൂ. ഒന്നും വേറൊന്നും കഴിച്ചിട്ടില്ല. സോ ലെറ്റ്സ് സീ. ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിക്കണില്ല. ഐ വിൽ സ്റ്റിൽ സഫർ ടിൽ ഐ ക്യാൻ ഗോ ഔട്ട്. ഓക്കെ. ഇപ്പൊ ലഞ്ച് കിട്ടുമെന്ന് പറഞ്ഞോളാം. ഞാനിപ്പോൾ പോയി നോക്കാം. സമൃദ്ധി അറ്റ് കൊച്ചിയിലാണ്. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം 3:30 ചില ദിവസം നമ്മൾ ചെയ്യുന്ന പ്ലാനൊന്നും നടക്കില്ല എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഇന്ന് വലിയ കാര്യമായിട്ട് നമുക്ക് ഫുഡ് ബ്ലോഗൊക്കെ എടുക്കാം, അതെടുക്കാം, ഇതെടുക്കാം, എല്ലാം സെറ്റാക്കാം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. ബട്ട് ലൈഫ് ഹാപ്പൻസ്. എന്താ നടന്നതെന്ന് പറയാം. ഇന്ന് രാവിലെ നമ്മൾ മറ്റേ കമ്പനിപ്പടിയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചില്ലേ? ആ ഫുഡ് കഴിച്ച സമയത്ത് എൻ്റെ മാനേജർ വിളിച്ച്. ഇന്ന് ആക്ച്വലി എനിക്ക് ഓഫ് ഡേ ആണ്, ബട്ട് അത്യാവശ്യമായിട്ട് ലോഗിൻ ചെയ്യണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹാഫ് ഡേ ജോബിന് കയറേണ്ടി വന്നു. ഞാൻ ആക്ച്വലി ഇതേ ലാപ്ടോപ്പായിട്ടാണ് വന്നത്, ബിക്കോസ് വർക്ക് ഉണ്ട്. ഞാൻ ഫുൾ ടൈം വർക്കും ചെയ്യുന്നുണ്ട്, എനിക്ക് യൂട്യൂബ് മാത്രമല്ല. ആ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് 2:30 ഞാൻ ഉദ്ദേശിച്ചത് സമൃദ്ധിയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു. കാരണം അവിടെ 20 രൂപയുള്ളൂ ഊണിന്. ഇപ്പോൾ ആണെങ്കിൽ സമയവും തീർന്ന് ഇനിയിപ്പോൾ അടുത്ത സ്ഥലം കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും എനിക്ക് അടുത്ത വർക്കും കാര്യങ്ങളും വന്നാലോ, അങ്ങനെ ഒരു ഇതിൽ നിൽക്കുവാണ്. പക്ഷേ നല്ല പ്ലാനായിരുന്നു എനിക്ക്, ഇന്ന സ്ഥലത്ത് പോവുക, ഇന്ന മീൽ കഴിക്കുക. അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലവും തപ്പിയില്ല. സമൃദ്ധി അത് തപ്പിയുള്ളൂ. വേറെയും കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ മീൽസ് കിട്ടുന്നത്. ബട്ട് യാ, സംടൈംസ് പ്ലാൻ ഡസൻറ്റ് വർക്ക്. സോ അത് കുഴപ്പമില്ല. രാവിലത്തെ ഫുഡ് കഴിച്ചതിന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ആ ഇക്ക ഭയങ്കര കമ്പനിയായിരുന്നു, നല്ല രീതിയിൽ സംസാരിച്ച് പുള്ളിയോട്, അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയ ഒരു പുള്ളിയായിരുന്നു. സോ ഇൻ ദാറ്റ് വേ ഐ ആം ഹാപ്പി. ബട്ട് യാ, ഐ മിസ്ഡ് മൈ ചാൻസ്. ഇനിയിപ്പോൾ എന്താടാ നമുക്ക് കഴിക്കാൻ പറ്റില്ല. വേറൊരു പുള്ളിക്ക് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു. പുള്ളിക്ക് 50 രൂപ കൊടുത്ത്. അപ്പോൾ ഇനി ബാക്കി 30 രൂപ ഉണ്ട്. നമുക്ക് 30 രൂപയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും പ്ലാൻ ഫെയിലായി. ലൈക്ക് ദർ ഇസ് നത്തിങ് വി ക്യാൻ ഡൂ ദർ. സോ ലെറ്റ്സ് ജസ്റ്റ് സീ വാട്ട് വി ക്യാൻ ഡൂ വിത്ത് വാട്ട് വി ഹാവ്. ചിലപ്പോൾ ഞാൻ വ്ളോഗ് വിളിച്ച് തീർക്കും, ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോവുമായിരിക്കും. വൈകുന്നേരം അമ്മയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകണം നമ്മൾ പറയണ്ടായി, അപ്പോൾ ചിലപ്പോൾ അതിന് പോവും. ബട്ട് യാ, ജസ്റ്റ് സാഡ്. ഇന്ന് നല്ലൊരു ലൈക്ക് 100 ഡേ ചാലഞ്ച് എന്നുള്ള രീതിയിൽ ഇറങ്ങി. നല്ല വിശപ്പുണ്ട്. ബട്ട് ലെറ്റ്സ് സീ ഇനിയിപ്പോൾ ബാക്കി 30 രൂപയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ബൈ. നമ്മുടെ പ്ലാൻ ചെറുതായിട്ട് ഫ്ലോപ്പ് ആയതുകൊണ്ട് ബാക്കി 30 രൂപയും ഫുൾ ഡേ മീലിംഗ് പറ്റും തോന്നണില്ല. അപ്പോൾ ആ 30 രൂപയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാം എന്നൊരു പ്ലാനിൽ നിൽക്കുന്നു. 30 രൂപയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ദേ കേൾക്കണം. അവിടെ പോയിട്ട് ചാട്ട് കഴിക്കാം. അതായിരിക്കും ഏറ്റവും നല്ല ഐഡിയ. റെക്കോർഡാവുണ്ടോ? ഉണ്ട്. ചാട്ടിന് എത്രയാണ് അവിടെ? സമോസ ചാട്ട്, പാനിപ്പൂരി ഉണ്ട്, സുക്കാപ്പൂരി ഉണ്ട്. നമുക്കത് കഴിക്കാൻ പറ്റുന്ന പാനിപ്പൂരിയാണ്. അപ്പോൾ പാനിപ്പൂരി കഴിക്കാം. ഇവിടെ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. സമോസ ചാട്ട്. എല്ലാം ഇരിക്കുന്നൊക്കെ. 40 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സമോസ ചാട്ട് കഴിക്കായിരുന്നു. 30 രൂപ ഉള്ളൂ. അപ്പോൾ ഞാൻ 25 രൂപയെന്ന് വിചാരിച്ചാണ് വന്നത്. 25 രൂപയായിരുന്നെങ്കിൽ ഇവിടെ നിന്നൊരു സമോസ ചാട്ടും കഴിച്ചിട്ട് അപ്പുറത്തൊരു പെണ്ണിയുണ്ട്, പെണ്ണിൽ പോയിട്ട് ഫുഡ് കഴിക്കായിരുന്നു. പക്ഷേ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. താങ്ക് യു ഭയ്യ. ഓക്കെ, നമ്മുടെ സാധനം കിട്ടിയിരിക്കുകയാണ്. ലാസ്റ്റത്തെ 30 രൂപയുടെ ഫുഡ്. ഓക്കെ, സോ 30 രൂപയ്ക്ക് നല്ല വിഷമുണ്ടായി. അയ്യോ, ഇത് കറക്റ്റ്. ലാസ്റ്റത്തെ 100 രൂപയുടെ ചാട്ടാണ്. ഇതോടെ തന്നെ പട്ടിണിയാണല്ലോ. ഞാൻ മിസ്സാക്കൂല.
ഓക്കെ, 100 രൂപ ചാലഞ്ച് അതായിരുന്നു. എല്ലാത്തിനും ഫെയിലായിപ്പോയി, പക്ഷേ സ്റ്റിൽ 100 രൂപയെ തന്നെ പിടിച്ചു നിന്നു. ഇത് പ്രോപ്പറായിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞുതരാം, എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പ്ലാൻ പറഞ്ഞുതരാം. ബട്ട് യാ, ദാറ്റ് വാസ് 100 rupees in a day. 30 है ना? अच्छा 20 രൂപ. ചലോ ഭയ്യ, താങ്ക് യു. ഓക്കെ, 100 രൂപ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ 100 രൂപ തോന്നുന്നു. ഇനി എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടാ. അപ്പം 100 രൂപ ചാലഞ്ച് അതായിരുന്നു. ആക്ച്വലി നല്ലൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഞാൻ വണ്ടി കയറിയിട്ട് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് ആക്ച്വലി നല്ല കിഡിലും ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വണ്ടി പോയിട്ട് പറയാം. കേസ് നോക്കട്ടെ. അയ്യോ, ഒടുക്കത്തെ ചൂട്. 500 പെട്രോൾ അടിച്ചതാ, എന്നാലും എംറ്റിയാ. ഓക്കെ, സോ ആക്ച്വലി എങ്ങനെ 100 day ചാലഞ്ച് ചെയ്യാമെന്ന് ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നേരെ നമ്മൾ രാവിലെ പോയ കമ്പനിപ്പടിയിലത്തെ അവിടെ കടയിൽ പോവുക. ആ കടയിൽ പോയിട്ട് നല്ലൊരു പൊറോട്ട, നല്ലൊരു വടയും അതിൻ്റെ കൂടെ കിട്ടുന്ന ഗ്രേവി, പുള്ളി ബീഫിൻ്റെ ഗ്രേവി അല്ലെങ്കിൽ മുട്ടയുടെ ഗ്രേവി തരും. അതങ്ങ് പിടിച്ചാൽ ചായ പോലും വേണ്ട. 20 രൂപയ്ക്ക് അവിടെ സെറ്റാണ്. പിന്നെ ഉച്ച വരെ ഒന്ന് കഷ്ടിച്ച് പിടിച്ചിരുന്ന പൊറോട്ട ആയതുകൊണ്ട് വയററിയും. ഒരു വടക്ക് വരെ 2 പൊറോട്ടയാക്ക് വയറ് നല്ല സെറ്റായിട്ട് നിറയും. അവിടെ നിന്ന് നേരെ ഉച്ചയ്ക്കാകുമ്പോൾ സമൃദ്ധി അറ്റ് കൊച്ചി പോവുക. സമൃദ്ധി അറ്റ് കൊച്ചിയിൽ ഇതൊന്നും ഞാൻ ട്രാവൽ കോസ്റ്റ് കൂട്ടാതെ ആയിട്ട് പറയണേ. ഇതല്ലാതെ വേറെ കടകളുണ്ട്, ഞാൻ കുറച്ചുകൂടെ ആൾക്കാർ അറിയാവുന്ന നല്ല കടകളാണ് പറയുന്നത്. ലൈക്ക് കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ അത്യാവശ്യം പേരായിട്ട് കടകളും കൂടിയാണ് ഇതൊക്കെ. നമ്മൾ സമൃദ്ധി അറ്റ് കൊച്ചി പോവുക. സമൃദ്ധി അറ്റ് കൊച്ചിയിൽ മീൽസിന് 20-25 രൂപയുള്ളൂ. അപ്പോൾ ആ 25 രൂപയ്ക്ക് നിങ്ങളുടെ മീൽസ് കയറി സെറ്റായി. ഇവിടെ എല്ലായിടത്തും വെള്ളം കുടിക്കുക, ചായ കുടിക്കരുത്. അപ്പോൾ 20 രൂപ കൂട്ടിക്കോ. 20 40 രൂപ. ബാക്കി 60 രൂപ നിങ്ങൾക്ക് നൈറ്റ് ഫുള്ള് സ്പെൻഡ് ചെയ്യാനുണ്ട്. 60 രൂപയ്ക്ക് നിങ്ങൾക്ക് പല സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ ഇതുപോലത്തെ ബജ്ജിക്കടകൾ നമ്മുടെ നോർമൽ സ്ഥലത്ത് പോകണമെങ്കിൽ 20-25 രൂപയ്ക്ക് നിങ്ങൾക്ക് ബജ്ജി കിട്ടും. ഈ മറ്റേ ക്വീൻസ് വേ പോയി കഴിഞ്ഞാൽ ക്വീൻസ് വേയിൽ ഒരു ചേച്ചി ഒരു കൊച്ചും കൂടെ നടത്തുന്ന ഒരു ഇതുണ്ട്. ഒരു ചെറിയൊരു ഷോപ്പുണ്ട് നമ്മുടെ കൊച്ചിയുടെ സൈഡിലായിട്ട്. ആ കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ല ചീസ് ടിക്ക റോള് കിട്ടും. ആ ടിക്ക റോളൊക്കെ ഉണ്ടല്ല, വെറും 50 രൂപ എങ്ങാണ്ടുള്ളൂ. ആ 50 രൂപയ്ക്ക് പക്ക വർത്തിട്ടാണ്. ബാക്കി വരുന്ന ആ 10 രൂപയ്ക്ക് നിങ്ങൾ പെനി പോവുക. പെനി പോയിട്ട് നല്ലൊരു ഐസ്ക്രീം പിടിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് നല്ല വിശപ്പും മാറും. പല കടയിൽ കയറി പല സാധനങ്ങൾ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറ്, ഒപ്പം പെനി ഐസ്ക്രീം. ഇനി എങ്ങാനും വല്ല 10 രൂപ ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ചായയും പിടിച്ചു. നല്ല കിടിലൻ ചായ അത്താണിക്ക് കിട്ടും. അത്താണി മറ്റേ വളവിൻ്റെ അവിടെ നല്ല 3-4 ചായക്കടകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ചായക്കട തന്നെ പോയാൽ മതി. നല്ല കിണ്ണം ഫുഡും നല്ല കിണ്ണം ചായയും എല്ലാം വെറുതെ ആയിട്ട് കിട്ടും. സോ അതായിരുന്നു എൻ്റെ ഇന്നത്തെ പ്ലാൻ. ബട്ട് വർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കഫേ പോയിരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. ഫുഡൊന്നും കഴിക്കില്ല, ബട്ട് പോയിരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും കോഫി എന്തെങ്കിലും കുടിച്ച് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക. ബട്ട് ദാറ്റ് വാസ് മൈ ഫെയിൽഡ് 100 rupee ചാലഞ്ച്. ബട്ട് ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്. ഇപ്പോൾ വർക്കുള്ള ദിവസമൊന്നും ഇങ്ങനെ ചെയ്യരുതെന്ന് മനസ്സിലായി. അല്ല, ശനി ഞായറൊക്കെ ഇങ്ങനെ പിടിക്കാം. ഇത് കൊച്ചിയിലത്തെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. ഇതുപോലെ പല സ്ഥലത്ത് പോയി പലത് ചെയ്യാൻ നോക്കാം. ഈ കുറച്ച് ട്രിപ്പൊക്കെ ഒരു നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ പോകാനും അവിടെയൊക്കെ പോകാനും. അപ്പോൾ അങ്ങനത്തെ ട്രിപ്പൊക്കെ വരുമ്പോൾ ബാംഗ്ലൂർ 100 rupee per day ചാലഞ്ചൊക്കെ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടെ നൈസായിരിക്കും. ലക്ഷറി ലക്ഷറി എപ്പോഴും പറ്റൂല. അതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹിച്ച സാധനങ്ങളതൊക്കെ. അപ്പോൾ ഇപ്പോൾ ട്രൈ ചെയ്യാൻ നിങ്ങളെയും കാണിക്കുക എന്നുള്ളൊരു ഇതിൽ മാത്രമേ ചെയ്തുള്ളൂ. എപ്പോഴും അത് ചെയ്യില്ല. അപ്പോൾ കഴിച്ച മിക്ക സാധനവും കഴിച്ച് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പുതിയ കട വന്നാലേ ഉള്ളൂ. ബട്ട് ദാറ്റ് വാസ് ജസ്റ്റ് എ വീഡിയോ, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്. സോ ദാറ്റ് വാസ് ജസ്റ്റ് എ ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ്, ബട്ട് ഇറ്റ് വാസ് ഫൺ. രാവിലത്തെ ആ ചേട്ടൻ പരിചയപ്പെട്ടത് തന്നെ എൻ്റെ ഹൈലൈറ്റ് ഓഫ് ദ ഡേ ആയിരുന്നു. ആ ചിരിയും ആ ഒരു പാവം ചേട്ടൻ, നല്ല രസമായിരുന്നു ആ ചേട്ടനോട് സംസാരിച്ചിരിക്കാൻ. സോ ദാറ്റ് ഈസ് ഇറ്റ്. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ, like, subscribe, hit that notification bell, and I'll see you for the next challenge.